പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ ഒരു അത്ഭുത കാഴ്ചകൾ കാണുവാൻ സാധിക്കും. 65-ൽ പരം കുട്ടികൾ രാജസ്ഥാനിലെ ചേരികളിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന, പഠിക്കുവാൻ പോലും പറ്റാതെ കഴിയുന്ന ആ കൊച്ചുമക്കൾക്ക് ആധാർ കാർഡുകളുമില്ല. അപ്പോൾ അവർക്ക് ആധാർ കാർഡ് സംഘടിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ സുനിൽ ജോസ്, ജനസേവ ശിശുഭവന്റെ ജനസേവ ഉഡാൻ അക്കാദമിയുടെ ഡയറക്ടറായി സേവനം ചെയ്യുന്ന ഡോക്ടർ സുനിൽ ജോസിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാനിലെ അഡീഷണൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ കൊച്ചുമക്കൾ ആധാർ കാർഡിന് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. വിഐപികൾ, സമ്പന്നർ മാത്രം ഇരിക്കാവുന്ന ഒരു ഇരിപ്പിടത്തിൽ ആ നല്ലൊരു മനസ്സിന്റെ ഉടമയായ ആ അസിസ്റ്റന്റ് ജില്ലാ ജഡ്ജിയുടെ ആ ഒരു മനസ്സുകൊണ്ട് അവർക്ക് ആധാർ കാർഡ് വളരെ പെട്ടെന്ന് ശരിയാക്കാവുന്ന ഒരു സംവിധാനം അദ്ദേഹം ചെയ്യുകയാണ്. അതിനുവേണ്ടിയ കുട്ടികളെയും കൊണ്ട് നമ്മുടെ ഡോക്ടർ സുനിൽ ജോസ് അവിടെ എത്തിയിരിക്കുകയാണ്. ആ ഒരു വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിൽ നിന്നും നിങ്ങൾ ഒരു പാഠം പഠിക്കണം. ഈ കൊച്ചുമക്കളെ പോലെ ലക്ഷക്കണക്കിന് കൊച്ചുമക്കളാണ് ഇന്ന് ഇന്ത്യയിലെ ചേരികളിലും തെരുവോരങ്ങളിലുമായി കഴിയുന്നത്. പ്രധാനമന്ത്രി മുതൽ സകല മന്ത്രിമാരും, സകല ഭരണകർത്താക്കളും, സകല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ചന്തലിലേക്ക് പോകൽ മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള കൊച്ചുമക്കള് ജീവിതം വഴിമുട്ടുന്ന, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന അവർക്ക് ജീവിതം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ ഒരു ഭരണം എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ സമ്പത്ത്. ഇങ്ങനെ ദരിദ്രർ ഒരു വശത്ത് പട്ടിണിയും പരിവട്ടവും കഴിയുമ്പോൾ, നരകയാതന അനുഭവിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് നല്ല മനസ്സുള്ള നമുക്കൊക്കെ ജീവിക്കാൻ ഇവിടെ സാധിക്കുക? അതുകൊണ്ട് എല്ലാ ഭരണകർത്താക്കളുടെ ഒരു ചോദ്യം വീണ്ടും പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കൂ, ഈ പാവം കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ എന്നാണ് എനിക്ക് എല്ലാ നേതാക്കന്മാരോടും, മത നേതാക്കന്മാരോടും എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഒത്തിരി വേദനയോടെ ജോസ് മാവേലി.